വിശ്വാസവീരനായി ജീവിക്കുക. ബി എ ഫെയ്ത്ത്ഫുൾ വോറിയർ. വോറിയർ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുന്ന ആളാണ് കേട്ടോ. വിശ്വാസവീരനായിട്ട് ജീവിക്കണം. ഇത് കർത്താവ് വ്യക്തമായിട്ട് നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ ഭർത്താക്കന്മാരോട്, മക്കളോട്, മരുമക്കളോടൊക്കെ പറയും. വിശ്വാസവീരനായിട്ട് ജീവിക്കണം. ജീവിക്കുകയാണെങ്കിൽ എത്ര വയസ്സാണെന്നുള്ള പ്രശ്നമല്ല. ജീവിക്കുമ്പോൾ നീ വിശ്വാസവീരനായിട്ട്. ഈ വിശ്വാസത്തിൻ്റെ പട്ടികയിലൊക്കെ നമ്മുടെ പേരെഴുതി വെച്ച്, ഇപ്പം നമ്മൾ ബൈബിൾ ഇപ്പോഴാണ് എഴുതുന്നതെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ പട്ടിക നോക്കുമ്പം ജീനിയോളജിക്കകത്ത് വരുന്നുണ്ട്, പിന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ പേരും ഉണ്ട്. ഉറപ്പാകണം, നമുക്കവരെ ഉറപ്പ് വരണം. കാരണം കർത്താവിൻ്റെ ശിഷ്യന്മാരെ കർത്താവ് കണ്ടു. ഒരെണ്ണത്തിന് മനസ്സോടെ മാറിപ്പോയ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കർത്താവ്, അത് ദൈവത്തിൻ്റെ ഒരു ഡെസ്റ്റിനിയാണ്. എനിക്കറിഞ്ഞൂടെ എന്താണെന്നാലും ഒരാൾ പോയി, ബാക്കി 11 പേരെയും കർത്താവ് ഉൾക്കൊണ്ടു. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉൾക്കൊള്ളാത്തൊരു ദൈവമല്ല. നമ്മുടെ പട്ടിക ഈ വിശ്വാസവീരന്മാരുടെ ഹോൾ ഓഫ് ഫെയിം എന്ന് പറയുന്നതിനകത്ത് അന്നുള്ളവരുടെ പേരെഴുതി വെച്ചെങ്കിൽ ഇന്ന് എഴുതുകയാണ് നമ്മുടെ പേര് എഴുതുമോ? ചിന്തിക്കുകയാണ്. എന്താണ് നമ്മൾ പറയുന്നത്? നമ്മളോട് പറയുന്നത് ചെറുപ്പകാലം തൊട്ട് വചനം അറിയുന്നവരല്ലേ നമ്മൾ? കൊച്ചിലെ തൊട്ടേ പള്ളികളിൽ പോയിട്ടുള്ളവരല്ലേ? സഭായോഗങ്ങളിൽ പോയിട്ടുള്ളവരല്ലേ? ഇനി എന്താണ് കേൾക്കേണ്ടത്? വേദപുസ്തകം എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുള്ളവരാണ്. എത്രയോ എടുത്തുനിന്ന് സുവിശേഷം ദൂത് കേട്ടിട്ടുള്ളവരാണ്. ഇപ്പോഴും സംശയത്തിൽ കഴിയുകയാണോ? കർത്താവ് അതാണ് ചോദിക്കുന്നത്. എന്നാണ് നമ്മുടെ നാവ് കൊണ്ട് തുറന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുന്നത്? അതൊരു പ്രത്യേക കൃപയാണ്. എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പറയാൻ ദൈവം നാവ് തന്നിട്ടുമുണ്ട്. ഈ വിളിച്ചവരെല്ലാം ആദ്യകാലങ്ങളിൽ വേണ്ടാന്ന് പറഞ്ഞു. മോശ വിളിച്ചു, മോശ പറഞ്ഞു എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് വിക്കുണ്ട്, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അവൻ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, പോയേക്കത്തുള്ളൂ. നീ തന്നെ പോകാൻ നിനക്ക് പേടിയാണെന്നാണ് അഹരോനെ കൊടുത്ത് അബദ്ധമായി മാറി. അതുകൊണ്ടാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചത്. അപ്പം ദൈവം ചിലപ്പം തന്നെ വിട്ടാൽ തന്നെ പോകാനുള്ള കഴിവുണ്ടാകണം. അത് പലപ്പോഴും നമുക്കില്ല. ഈരണ്ടീരണ്ടായിട്ട് ശിഷ്യന്മാരെ വിട്ടത്, ഒരെണ്ണം വീണു പോയാൽ മറ്റേണ്ണം ഉണ്ടെങ്കിലുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിച്ച് നിന്ന് മുപ്പിരിച്ചവരുടെ അറ്റുപോകത്തില്ല. കാരണം മൂന്നാമനായിട്ട് നടുക്ക് യേശു നിൽപ്പുണ്ടെന്ന്. അതിനാൽ നിങ്ങളിൽ ഇടതും വലതും നിന്നാൽ മതി, ഞാൻ ബഫർ സോണായിട്ട് നടുക്ക് നിന്ന്. ആർക്ക് വേണം യേശുവിന്? യേശുവിനെ മാറ്റി നിർത്തി എല്ലാ കാര്യവും നമ്മൾ കല്യാണത്തിന് ചെയ്യും. ഇതൊക്കെ ഈ ഫണ്ടമെൻ്റൽ അബ്സല്യൂട്ട് ട്രൂത്ത്, മാറ്റമില്ലാത്ത സത്യങ്ങൾ പ്രായമുള്ളവരല്ലേ വിളിച്ചു പറയേണ്ടത്? ചെറുപ്പക്കാരാണ്. പ്രായമുള്ളവർക്ക് നേരമില്ലല്ലോ. ഒരു മൊബൈലോ അല്ല, അറിയാവുന്ന വചനം അറിയാവുന്ന പ്രായമുള്ളവർ മിണ്ടാതിരിക്കുന്നുണ്ട്. അല്ലാത്തവർ മൊബൈലും വെച്ചിരിക്കും. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ സീരിയലോ മറ്റു സാധനങ്ങളോ ഒക്കെ കണ്ട് സമയം കളയും. ഒരിക്കലും ദൈവത്തിൻ്റെ ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് തീഷ്ണതയുള്ളവരെ ഞാനങ്ങനെ പ്രായമുള്ളവരെ വളരെ കുറച്ച് കാണുന്നുള്ളൂ. അവരെ കണ്ട് അറിയുകയും ചെയ്യും. അത് വളരെ പ്രധാനമാണ്. നമുക്ക് കടന്നു നോക്കാം. എബ്രായ ലേഖനം 11 പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയമാകുന്നു. ഫെയ്ത്ത് ഈസ് എന്നാണ് പറയുന്നത്. ദ സബ്സ്റ്റൻസ്. ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ ആൻഡ് ദി എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താനുള്ള കൃപയാണ്, കഴിവാണ് വിശ്വാസത്തിന്. അതെല്ലാം ഉണ്ടാക്കി വെച്ച് വിളിച്ച് പറയാൻ ആർക്കും കഴിയാം. മജീഷ്യൻ്റെ കൂട്ടം ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ വിളിച്ച് പറയാം എല്ലാവർക്കും. ദാറ്റ്സ് നോട്ട് വാട്ട് ഗോഡ് മീൻസ്. ഈ ആത്മീക ഗോളത്തിൽ എല്ലാം പൂർത്തിയാക്കി ഒരു തലമുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്താനുള്ള കൃപയുണ്ടായാൽ മതി. ഈ ദൈവത്തിന് വല്ല അസാധ്യമുണ്ടോ? അസാധ്യമെന്നൊരു കാര്യം എൻ്റെ ദൈവത്തിനില്ലല്ലോ. അത് മനസ്സിലാക്കി അബ്രഹാമിനെ ഊരിൽ നിന്ന് തിരിച്ചു വിളിച്ചു 75-ാം വയസ്സിൽ. ആരും 75-ാം വയസ്സിൽ ഇപ്പോൾ ഉള്ളവരോട് നിങ്ങൾ ഇവിടുന്ന് മാറി അറിയപ്പെടാത്ത ഒരു ദേശത്തോട് പോകാൻ പറഞ്ഞാൽ ആരെങ്കിലും മാറിയോ? അത് സ്വന്തം മക്കൾ വിളിച്ച് നമ്മൾ പോകത്തില്ല. പിന്നെ ദൈവം വിളിച്ചാൽ പോവും. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുന്നത് വിശ്വാസമല്ല, വിശ്വാസ വീരനായിട്ട്. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ 11-ാം അധ്യായം എടുത്ത് വായിക്കണം. എബ്രായ ലേഖനം ആദ്യം കുറച്ച് ഭാഗം മാത്രം വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതിനാലല്ലോ പൂർവന്മാർക്ക്, അതായത് നമ്മുടെ പിതാക്കന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസം ഇല്ലെങ്കിൽ ഇവരുടെ പേരും കാണും ഇവിടെ വരുമോ? അല്ല, നമ്മൾ മരിക്കുന്നിരിക്കും. നമുക്ക് വിശ്വാസമില്ല നമ്മുടെ പേര് എവിടെയെങ്കിലും കാണുമോ? ഒരിക്കലും ഇല്ലെന്നേ. നമ്മുടെ മക്കളെ എഴുതി കൊടുക്കുക കർത്താവിൻ്റെ കയ്യിലോട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ലെറ്റർ എഴുതി യേശുവിന്, നമ്മുടെ മക്കളുടെ പേര്, മരുമക്കളുടെ പേര്, കൊച്ചുമക്കളുടെ പേര്, എന്നിട്ട് ഈ വേദപുസ്തകത്തിനകത്ത് പോസ്റ്റ് ചെയ്തിട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരവിടെ കാണും.
വിശ്വസിക്ക്. അബ്രഹാം അങ്ങനെയല്ലേ ചെയ്തത്? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി. അങ്ങനെയാണ് വേദവചനം പറയാം. നമുക്ക് നോക്കാം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വചനം കൊണ്ടാണ് സകലം നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ പോരെ? എത്ര ഈസി ആക്കി തന്നിട്ടും നമുക്ക് പറയാം. നമ്മൾ പറയും വായെടുത്താൽ നിരാശ പറയും, ദൈവത്തിനെ സംശയിച്ച് സംസാരിക്കും. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ കൃപ കിട്ടിയെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്കും ചോദിക്കാം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാർ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നമ്മൾ എല്ലാം അറിഞ്ഞിട്ട് ചിലർ പറയത്തില്ലേ, ഓ യേശുക്രിസ്തു ദൈവപുത്രനാണ്? ഒരു ചോദ്യം. 1. 2, ദൈവമുണ്ടോ? ചില പെമ്മക്കൾ പഠിത്തമുള്ളവർ അതിന് there is no proof. നീ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു? നിനക്ക് എൻ്റെ എക്സിസ്റ്റൻസ് there is no proof. How did you come to this earth? നമ്മളെ ഒത്തിരി ബുദ്ധിയായിട്ടൊന്നും ബുദ്ധിശാലികളായിട്ടൊന്നും ആയിട്ട് കാര്യമില്ലെന്ന്. വേദപുസ്തകം അറിയേണ്ടതല്ലേ എഴുതി വച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ വിശ്വസിക്കുക. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈൻ്റെയും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷി. നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ്, അല്ലാതെ പ്രവൃത്തി ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ടല്ല. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ അപ്പം വിശ്വാസം എന്ന് പറയുന്നത്? ആത്മീക തലമാണ്. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ആത്മീയ തലത്തിലെ കറൻസി. കറൻസി എന്ന് പറഞ്ഞാൽ പണം 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 എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ വരുമല്ലോ. ഈ ചിലരുണ്ട് പ്രായമാകുമ്പോൾ പണം ഇങ്ങനെ കൂട്ടി 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 എണ്ണിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെണ്ണിക്കും. പണ്ട് ഇപ്പം പിന്നെ ഈ ഡിജിറ്റലൊക്കെ ആയപ്പോഴത്തേക്ക് അത്രയില്ല. പണ്ട് കാലങ്ങളിൽ അറിയപ്പെടാവുന്ന എല്ലാ വലിയ കുടുംബത്തിലെ അപ്പച്ചന്മാരിങ്ങനെ എണ്ണി തട്ടി വെക്കും. എൻ്റെ ഫാദറൊക്കെ ബിസിനസ് ചെയ്യുമ്പം ഈ പണം ഇടും. കാരണം പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ സാധനം. സിമെൻറ്റ് ബിസിനസ്സായിരുന്നു. അപ്പം നമ്മളെ കൊണ്ട് എണ്ണിപ്പിക്കും. എണ്ണി 100 എടുത്ത് അന്ന് 200 ഉണ്ടെങ്കിൽ 200, 500 അന്ന് ഞാൻ ഓർക്കുന്നില്ല. അതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കും. അതാണ് അത് കാണുന്ന കാര്യം. അത് വിശ്വാസത്തിൻ്റെ കറൻസി എത്രയുണ്ട്? എത്ര വിശ്വാസത്തിൻ്റെ കറൻസി വചനം വെച്ചിട്ട് നമുക്ക് എത്ര അടുക്കുകളുണ്ട്. അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. അറിയത്തില്ലെങ്കിൽ വേദപുസ്തകം തുറന്നു നോക്കി. ചുമ്മാ തുറന്നാൽ പോലും ചിലപ്പം ദൈവം തക്ക വചനം കാണിച്ചു തരാം. അത്ര സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ദൈവം. ഈ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇതൊക്കെ പഴയ കാലത്ത്. അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്യാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉത്തരം അറിയാനൊക്കെ ഒന്ന്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതാണ് നിർബന്ധം. ഞാൻ ഈ ക്രിസ്തുവിനെക്കുറിച്ച് പറയാതെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും ദൈവമുണ്ട് എന്നും അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പാണ്. അതിനാണ് ഈ വചനം തരുന്നത്. ഈ വലിയ പ്രയാസത്തിരിക്കുന്ന കുടുംബങ്ങൾ അങ്ങോട്ട് ഉടനെ ചെന്ന് വചനമോ ഉപദേശം കൊടുക്കാനൊക്കത്തില്ല. അവരുടെ കൂടെ ഇരുന്ന് 1, 2 ദിവസം 3-ാം ദിവസം ആകുമ്പോഴത്തേക്ക് അവരുടെ വിശ്വാസം വർദ്ധിക്കും. അവർ കുടഞ്ഞെഴുന്നേക്കും നമ്മൾ കാണും. അങ്ങനെ ഈ പുത്തങ്കാവിലൊക്കെ വെച്ച് പണ്ട് എൻ്റെ അമ്മയുടെ സമയത്ത് 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, എല്ലാം നിർത്തി. എല്ലാവരും ദൈവത്തെ കാട്ടി വലിയവരായിട്ട്. അപ്പം നമ്മൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വീടിൻ്റെ അത്ര ഗതികെട്ട അവസ്ഥയിൽ നമ്മൾ 3 ദിവസം ഉപവാസ 3-ാം ദിവസം ആകുമ്പം ആ കുടുംബത്തിന് വിടുതൽ കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 1-ാം ദിവസം ഒന്നും. അതുകൊണ്ട് 3 ദിവസം കർത്താവ് എടുത്ത് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇപ്പോൾ ഏത് പള്ളികളിൽ ചെയ്യിപ്പിക്കാറുണ്ട്. വേണമെങ്കിൽ പള്ളിയിൽ വന്ന് ഉപവസിച്ചോളാൻ പറയും. ഒക്കുമോ? ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇട്ടെഴുന്നേച്ച് പള്ളിയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? പലപ്പോഴും പ്രയാസമാണ്. ബാക്കിയോ ചിലപ്പം പ്രായമുള്ള ഒരു വീട്ടിൽ കാണും, പല കാര്യങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ ദൈവത്തെ ചെറിയ കുപ്പിക്കകത്ത് വെക്കാതെ വിശാലമായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ ഭവനങ്ങളിലും കടന്നു വന്ന് ഹൃദയങ്ങളിൽ പരിവർത്തനം ചെയ്യുവാൻ നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രായം ചെന്നവരോട് പ്രത്യേകം ദൈവം പറയുന്നത്, നീ വിശ്വാസ വീരനായിട്ട് ജീവിക്കുക. ഇത്ര നാൾ ഞാൻ നിന്നെ നടത്തിയില്ലേ? എനിക്കൊരു ചെറിയ പ്രയാസം വന്നപ്പോൾ എൻ്റെ വിശ്വാസം മാറിയോ? ഉറച്ച് തിരിച്ചു വാ ദൈവത്തിലേക്ക്. ആ കർത്താവ് നമ്മളെ വിളിച്ചു മാറ്റുകയാണ്. നോഹയെ വിളിച്ചു മാറ്റിയില്ലേ? അബ്രഹാമിനെ വിളിച്ചു മാറ്റിയില്ലേ? വിശ്വാസ വീരന്മാരുടെ ഹോൾ ഓഫ് ഫെയ്ത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ പറയുന്നത് നോഹയെക്കുറിച്ചാണ്.
നമുക്കറിയാവുന്ന അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. പിന്നെ അബ്രഹാമിനെ കുറിച്ച് വന്ന 9-ാം വാക്യത്തിൽ വിശ്വാസത്താലാണ് വാഗ്ദത്ത ദേശത്തെ ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനെ യാക്കോബിനും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അപ്പം അന്ന് തൊട്ട് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ ഈ വംശാവലി നോക്കുമ്പോൾ ക്രിസ്തുവിൽ വന്നു. പിന്നെ പുതിയ നിയമമായി നമ്മളെല്ലാം വിശ്വാസത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഈ ഒരു കറൻസി ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. ഇത് കാണാനൊക്കുമോ? ഇത് അദൃശ്യമാണ്. പക്ഷെ വിശ്വാസമുള്ളവർക്കറിയാം. നമ്മളിപ്പം വിശ്വാസത്തിൽ അല്പം തളർന്നിരിക്കുന്ന ഒരാളെന്നുണ്ട്. നമ്മളൊന്ന് വിശ്വാസത്തിൻ്റെ വചനം പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ചെടി രാവിലെ ഇന്ന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് വെയിലത്ത് കൊണ്ട് അത് വാടിയിരിക്കും. പക്ഷെ 4 മണിക്ക് പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ വിതിൻ മിനിറ്റ്സ് അത് പൊങ്ങി വരുന്നതാണ്. എല്ലാ ഇലയും പൊങ്ങി വരും. ചെടിക്ക് ഇഷ്ടമുള്ളൊരു അതുപോലാണ് നമ്മൾ വചനം പറഞ്ഞാൽ മതി. കർത്താവ് ചെയ്തിട്ട് ഒത്തിരി സഹതാപത്തിന് അയ്യോ അങ്ങനെ പറ്റി അന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. കം ഇൻ ടു ദ സ്പിരിച്വൽ ഫീൽഡ്. 11-ാം അധ്യായം എടുത്ത് വായിച്ചു കൊടുക്കുക, എബ്രായ ലേഖനം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസവീരന്മാരായിട്ട് ജീവിക്കാൻ നീയാണ് പറയുന്നത്. എബ്രായ ലേഖനം 11 മുഴുവനും വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. അതിനകത്ത് ചിലരൊക്കെ അവരുടെ ജീവിതകാലത്ത് തന്നെ പ്രാപിച്ചെടുത്തവരുണ്ട് വിശ്വാസം. അബ്രഹാമിനോട് നീ പറഞ്ഞ് ആകാശത്തിലെ നക്ഷത്രത്തെ നോക്ക്, ഭൂമിയിലെ കടൽക്കരയിലുള്ള മണൽത്തരികളെ നോക്ക്, അതുപോലെ നിനക്ക് സന്തതികളെ തരുമെന്ന്. അത് അന്നേരം കണ്ടില്ല. പക്ഷേ 100-ാം വയസ്സായപ്പോൾ അബ്രഹാമിന് ഒരു മകനെ കൊടുത്തു, ഒരു മകനെ ഇസഹാക്ക്. അതിൽ നിന്ന് പിന്നെ വിശ്വാസികളുടെ ഒരു പരമ്പരയാണ്. എന്നും വിശ്വസ്തയോടെ അത് കടന്നു പോകുന്നു. അങ്ങനെ ക്രിസ്തുവിൽ അബ്രഹാമിലേക്ക് തിരിഞ്ഞു വന്ന് ഞങ്ങളും അബ്രഹാമിൻ്റെ സന്തതികളുടെ കൂട്ടത്തിലായി. അബ്രഹാമിന് കൊടുത്ത സകല വാഗ്ദത്തങ്ങളും ഞങ്ങളും പ്രാപിച്ചെടുത്തിരിക്കുന്നു. ഇതൊക്കെ വിശ്വാസത്താൽ തന്നെയാണ്. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പട്ടികയിൽ നമ്മുടെ പേരും ചേർത്ത് വെച്ചിരിക്കുന്നതിന് ഞങ്ങളുടെ ചേർത്തെങ്കിൽ ഞങ്ങളുടെ മക്കളുടെതും ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ ചേർക്ക്. കാരണം നീ സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. ഞങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ലഭിക്കുവോളം പ്രാർത്ഥിപ്പാൻ ഏതെല്ലാം സാഹചര്യത്തിലാണെങ്കിലും വിശ്വാസവീരനെ പോലെ അബ്രഹാമിനെ പോലെ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ ഈ ദൈവം ഉണ്ടേ എന്നും ഈ ദൈവത്തിനോട് പറഞ്ഞാൽ അത് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കടന്നു വന്ന് പ്രാർത്ഥിക്കാനും പറയാനുള്ള കൃപ ഭവനങ്ങളിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇട്ടുതരണമേ. പ്രായമുള്ളവരാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. അടുത്ത തലമുറ നശിച്ചു പോയിട്ടും എന്താണെന്നറിയാൻ വയ്യാതെ ബുദ്ധിയില്ലാത്തവരെ പോലെ നടക്കുന്ന അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്, വല്യമ്മച്ചിമാരുണ്ട്, വല്യപ്പച്ചന്മാരുണ്ട്. ഇവരുടെയൊക്കെ ബുദ്ധി ഒന്ന് തുറന്നിരുന്നെങ്കിൽ രാവിലെ എഴുന്നേൽക്കും തോറും കർത്താവിൻ്റെ മുദ്രയിടാനെങ്കിൽ ഇവർക്കൊരു കൃപ കൊടുത്തിരുന്നെങ്കിൽ, ദൈവം ചെയ്യുമെന്ന് അറിയാമെങ്കിലും അതൊന്ന് ഉറക്കെ വിളിച്ച് പറയാനുള്ള കൃപ കിട്ടിയിരുന്നു. വായുമണ്ഡലത്തിലൂടെ സംസാരിക്കും. വടക്കിനോട് തടുത്ത് വെക്കല്, തെക്കിനോട് കൊടുക്കേ എന്ന് പറയുന്ന ദൈവശബ്ദം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചെന്ന് കൊള്ളട്ടെ. അവരുടെ മുഖങ്ങളെ ഒട്ടിച്ചു മാറ്റുന്ന പച്ച യെശയ്യാവ് പറയുന്നത് പോലെ 42 അമ്മിക്കയറുകളെ അഴിച്ചുവിടുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത സകല ചങ്ങലകളും പൊട്ടിപ്പോട്ടെ അപ്പച്ച. ജീവൻ്റെ രക്ഷയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ കൈ അവരെ പിടിച്ചിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് സിയോൻ്റെ മലകളുടെ മുകളിലേക്ക് അവരെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന്, നിൻ്റെ മാർബോട് അവരെ ചേർത്തിരിക്കുന്നതിന്, ചിറകിൻ്റെ കീഴിൽ അവരെ പരിപാലിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കാണുന്നവരായി മാറട്ടെ. അതിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ, അതേ ആ വിശ്വാസത്തിൽ തന്നെ പിതാവിനെയും കാണാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒന്നിച്ച് വസിക്കട്ടെ. ഇന്നു മുതൽ ഞങ്ങളുടെ ഭവനം നിൻ്റേതായി മാറിയിരിക്കുന്നു. അപ്പച്ചൻ്റെ കർത്തൃത്വം കാണാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുന്നു. നാഥൻ കാര്യങ്ങൾ ഏറ്റെടുത്തതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.